ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് തേങ്ങയില്ലാതെ വറുത്തരച്ച ഒരു മീൻകറിയാണ്. അപ്പോൾ ഇതൊരു അടിപൊളി മീൻകറി കേട്ടോ. നമുക്ക് ഏത് മീൻ വെച്ചും ഇതുപോലെ ചെയ്യാൻ പറ്റും. നമുക്കിതിന് തേങ്ങ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല കുറുകിയിരിക്കുന്ന നല്ലൊരു ടേസ്റ്റുള്ള മീൻകറിയാണ് കിട്ടുന്നത്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മൺചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചെറിയ പീസൊന്നും ആവണമെന്നില്ല, കാരണം നമുക്കിതൊന്ന് വറുത്ത് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഉലുവ ഒന്ന് മൂത്ത് കിട്ടട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് തക്കാളി മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കുറേ വേണമെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ഉള്ളിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തോളാം. അപ്പോൾ ഇതൊരു വലിയ ചട്ടിയാണ്, ഇതിൽ തന്നെ ഒരു പകുതിയിൽ കൂടുതൽ ഈ കറി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളത് ഇത്രയും മതിയാവും. അപ്പോൾ ഇതൊന്ന് നന്നായി ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഈ ഉള്ളിയും തക്കാളിയൊക്കെ ശരിക്കും ഒന്ന് താളി കിട്ടണം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി ഒന്ന് താളി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടാറിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതില്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ചമുളകും ഈ നമ്മൾ ചേർത്ത ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് താളി വരണം. അപ്പോൾ ഇതൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകിൽ തീ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ തീയാക്കി വെച്ച് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ്. അപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കറി എനിക്കൊരു റെഡ് കളറിൽ കിട്ടാനാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇത്ര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതൊരു മഞ്ഞ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് എരിവിന് പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മുടെ പൊടികളുടെ പച്ച മണമൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഈ പൊടിയൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ഞാൻ കുതിർത്ത് വെച്ചതായിരുന്നു കുടംപുളി, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിനി കുടംപുളി ചേർക്കാൻ ഇഷ്ടമില്ല, ഒഴിച്ചുപുളിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഉള്ളി തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് ആവശ്യമുള്ള വെള്ളം കൂടെ ഈ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം എടുത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുക ഇതിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയും മുളകും എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അത് വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ചൂര മീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കുക കേട്ടോ. ചെറിയ മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ഗ്രേവിയിൽ ചെയ്താൽ. മത്തിയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ ചെയ്താൽ. അപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് മീൻ ഉടയാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്യണം കേട്ടോ. എപ്പോഴും മീനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, മീനെന്നല്ല എന്ത് കറി ഉണ്ടാക്കുന്ന സമയത്ത് അത് കുറച്ച് നേരം ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക.
അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു സ്മെല്ല് കേട്ടാൽ തന്നെ നമുക്ക് വേഗം ചോറ് കഴിക്കാൻ തോന്നും, അത്രയും നല്ലൊരു സ്മെല്ലാണ്. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞ് ഈ കറി ഒന്ന് തണുത്ത് വരുമ്പോൾ നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പാകത്തിൽ തീന്ന് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓഫ് ചെയ്യുന്ന മുന്നേ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ചട്ടിയിലായതുകൊണ്ട് നമ്മൾ ഓഫ് ചെയ്താലും ഇതുപോലെ അത് തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറും നല്ല സ്മെല്ലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കറിവേപ്പില ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതായി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഈ കറി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കഴിക്കാൻ പോകുമ്പോൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും തിക്കായിട്ടാണ് കറി കിട്ടിയത്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ഈ കറി. അപ്പോൾ തീർച്ചയായും ഒരിക്കലെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.